ഏറ്റവും കൂടുതൽ പ്രസംഗം കേൾക്കുന്നത് പ്രസംഗിക്കുന്നത് ആരാധറിയാമോ? പെന്തക്കോസ്തുകാരാ. ഇപ്പൊ സൂം എല്ലാം മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുമ്പോൾ പ്രസംഗത്തോട് പ്രസംഗമാണ്, ഭയങ്കര പ്രസംഗമാണ്. ഞാൻ വളരെ വിനയത്തോട് പറയാം, ഒരു 80% പ്രസംഗിക്കുന്നവരും പ്രസംഗം കേൾക്കുന്നവരും ഇതൊന്നും അനുസരിക്കുന്നില്ല. അതാണ് സത്യം. പ്രസംഗം ഭയങ്കരമാണ്, അനുസരണം കുറവാണ്. അതാണ് ഇന്നൊരു മൂല്യച്യുതിയായിട്ട് ദൈവത്തിന്റെ സഭയിൽ നടക്കുന്നത്. അനുസരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ യേശു ക്രിസ്തു എന്താ പറഞ്ഞത്? ആ വാക്യം ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട്. അപ്പൊ മനുഷ്യര്, മറ്റുള്ള മനുഷ്യര്, രക്ഷിക്കപ്പെടാത്ത മനുഷ്യര്, സഭയിൽ വരാത്ത മനുഷ്യര് നമ്മുടെ നല്ല പ്രവർത്തികളെ കാണണം. പ്രസംഗത്തിലൂടെ കാണാൻ പറ്റുമോ? പ്രസംഗത്തിലൂടെ കേൾക്കാനേ പറ്റുള്ളൂ, ഇല്ലേ? എത്ര നല്ല ഈടുറ്റ പ്രസംഗമായിരുന്നാലും പ്രിയപ്പെട്ടവരെ കേൾക്കാൻ പറ്റും. എന്നിട്ട് ബലേപേക്ഷിച്ച് നമ്മൾ പറയും, ഹല്ലേലൂയ പറയും, സ്തോത്രം പറയും, നല്ല പ്രസംഗം ഇരുന്ന്. അത് വേണം. പക്ഷെ അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിവിടെ സംസാരിച്ചു വരുന്നത്. നിങ്ങളുടെ, ദൈവമക്കളുടെ, ദൈവസഭയിൽപ്പെട്ടവരുടെ നല്ല പ്രവർത്തികളെ മറ്റു മനുഷ്യരെ കാണണമെങ്കിൽ, മറ്റു മനുഷ്യര് നമ്മുടെ നല്ല പ്രവർത്തികളെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല പ്രവർത്തികൾ സുവിശേഷ പ്രകാരം, വചനപ്രകാരം, തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് പ്രായോഗിക തലത്തിൽ വരുത്തണം, അപ്ലൈ ചെയ്യണം. എങ്കിലാണ് മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മൾ ആരാധനയ്ക്ക് പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ബൈബിൾ എടുത്തൊക്കെ പോകുമ്പോൾ ഈ ആളുകളെല്ലാം ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ളവരും അയൽവക്കക്കാരും നമ്മുടെ സ്നേഹിതന്മാരും കാണുകയാണ്. ആ, പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്, കൊള്ള, ബൈബിളൊക്കെ എടുത്ത് എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് പോകും, ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോകും, ഒരു മീറ്റിങ്ങും വിടില്ല. ഇവരിങ്ങനെ വീട്ടിലിരുന്ന് പറയും. ഈ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് നമ്മൾ അവിടെ കേൾക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു നല്ല ജീവിതം നയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പോയില്ലേ? അവിടെ എല്ലാം പോയില്ലേ? നമ്മൾ സാധാരണ ഒരു പഴഞ്ചൊല്ലി പറയാറുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കുടത്തിൽ വെള്ളം നിറയ്ക്കണമെങ്കിൽ രാവിലെ വൈകുന്നേരം വരെ ഒന്നും കോരണ്ട, ഒരു 2 ബക്കറ്റ് ഇറച്ചാൽ മതി, അത് നിറഞ്ഞിരിക്കും. പക്ഷെ അത് നേരെ വെക്കണം. ഇവിടെ യേശു അതാ പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. യേശു പറഞ്ഞല്ലോ, ഒരു വിളക്ക് കത്തിച്ചിട്ട് പറയും കീഴി വെച്ചാലും സംഭവിക്കും. ഇപ്പൊ നമ്മളൊരു മെഴുകുതിരി കത്തിച്ചു, എന്നിട്ടൊരു ജാറ് വെച്ചത് അടച്ചാൽ എന്താണ് കെട്ടുപോകാനുള്ള കാരണം? എന്താ? ഈ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ, നമ്മൾ വലിച്ചു കയറ്റുന്ന പ്രാണവായു, അതാണ്. അപ്പൊ ഇത് ജാറ് വെച്ച് അടച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തില്ല? ഓക്സിജൻ ഇല്ല, അത് കെട്ടുപോകും. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ, കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇത് രണ്ടും ചേരുന്നതാണ് ജലം. നമ്മൾ കുടിക്കുന്നത് 2 വാതകങ്ങളാണ്, ഓക്സിജനും ഹൈഡ്രജനും വെള്ളമാക്കി കുടിക്കുക. അപ്പോൾ
നമ്മൾ എന്താണ്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതമാണ് ആ വിളക്ക്. ആ വിളക്ക് ഒരിക്കലും ഒരു പറ വെച്ച് നമ്മൾ അടക്കാൻ പാടില്ല. അത് തണ്ടിൽ മേൽ വെക്കണം. അപ്പൊ മറ്റുള്ളവർക്ക് അത് വിളങ്ങും. ആ വെളിച്ചത്തിങ്കിലേക്ക്, ആ വെളിച്ചം കണ്ട ആളുകൾ വരാൻ തുടങ്ങും. യേശു കർത്താവ് നമ്മുടെ മാതൃകാ പുരുഷൻ ക്രിസ്തുവാണല്ലോ. യേശു യോർദാൻ നദിയിൽ വെച്ച് സ്നാനപ്പെട്ടു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ആത്മശക്തിയും അഭിഷേകവും ഒക്കെ യേശുവിന് കിട്ടി. ഇനി യേശുവിന് എന്ത് ചെയ്യാ? പ്രസംഗിക്കാൻ പാടില്ലേ? യേശു പ്രസംഗിച്ചില്ല. സ്നാനപ്പെട്ടു, അവിടെ വെച്ച് അഭിഷേകം കിട്ടി, 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അപ്പൊ ദൈവശക്തി കിട്ടി. ഇനി സുവിശേഷം പ്രസംഗിക്കാനുള്ള യോഗ്യതയായില്ലേ? യേശു പ്രസംഗിച്ചില്ല. യേശു ഇരുളിൽ കിടന്ന, പാപത്തിൽ കിടന്ന മനുഷ്യരുടെ ഇടയിൽ പോയി യേശു പാർത്തു. യേശു അവരിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങി. എങ്ങനെ ജീവിച്ചതറിയാമോ? താൻ പ്രസംഗിക്കാൻ പോകുന്ന ആ ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്തു പറയുന്നുവോ അതുപോലെ പരിപാവനതയോടെ ആ മനുഷ്യരുടെ നടുവിൽ യേശു ജീവിച്ചു. ഈ ജീവിതം അന്നത്തെ ആളുകൾ കണ്ടു, വലിയൊരു വെളിച്ചം കണ്ടെന്നാണ്. അന്നു മുതൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷം യേശു പ്രസംഗിക്കാൻ തുടങ്ങി. കണ്ടോ? നമ്മൾ വിചാരിച്ചെന്നറിയാമോ? യേശു അങ്ങോട്ട് വന്നിട്ട് കടൽ തീരത്ത് നിന്നപ്പോൾ പത്രോസും അന്ത്രയാസും യോഹന്നാനും യാക്കോവൊക്കെ അവിടെ മീൻ പിടിച്ചൊക്കെ നിന്നല്ലോ. അവരെ കണ്ടപ്പോൾ ഒന്ന് വിളിച്ചപ്പോൾ പോന്നാണ്. അല്ല, അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്. ഇവരെ വിളിക്കുന്നതിന് മുമ്പ് പലപ്പോഴും യേശുവിനെ ഇവര് കണ്ടിരുന്നു, യേശുമായി സംസാരിച്ചിരുന്നു. പക്ഷെ എല്ലാ മനുഷ്യരും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ജീവിക്കുമ്പോൾ യേശു എന്നൊരു മനുഷ്യൻ പരിപാവനതയോടെ ജീവിക്കുന്നത് ഈ മുക്കുവരായ യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്ന ആളുകൾ കണ്ടു. അവര് കണ്ടു നല്ല ജീവിതമുള്ളൊരു മനുഷ്യൻ. അവരുടെ പരീശന്മാരെ പോലെയല്ല, അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അവരുടെ പുരോഹിതന്മാരെ പോലെയല്ല, ഒരു നല്ല മനുഷ്യൻ. ആ ജീവിതം കണ്ടപ്പോൾ ആ ജീവിതമുള്ള മനുഷ്യൻ ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവര് മുമ്പ് ആലോചിച്ചില്ല. പടകും വലയും അപ്പനെയും അമ്മയെയും അവരുടെ ഭാവി എന്തായി തീരും എന്ന് പോലും ചിന്തിക്കാതെ യേശു എന്ന മനുഷ്യന്റെ പിന്നാലെ പോയി. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ജീവിക്കുക. വചനപ്രകാരം ജീവിക്കുക, സുവിശേഷപ്രകാരം ജീവിക്കുക.